ഗസയിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു നൽകി ശ്രദ്ധേയാവുകയാണ് മലയാളി സന്നദ്ധ പ്രവർത്തകയും കലാകാരിയുമായ ശ്രീരശ്മി. ശ്രീരശ്മിക്ക് നന്ദി പറഞ്ഞ് ഗസയിലെ കുടുംബങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ചെയ്ത വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ചൂരൽമല ഉൾപ്പെടെ വിവിധ ദുരന്ത മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയ കൂട്ട് കമ്മ്യൂണിറ്റി സ്ഥാപക കൂടിയാണ് ശ്രീരശ്മി. ദാഹിച്ചും പട്ടിണി കിടന്നും മൃതപ്രായരായ മനുഷ്യർ, ഒരിറ്റ് ശുദ്ധജലത്തിനായി കേഴുന്നവർ, അവർക്കിടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നൊരു പേപ്പർ കഷ്ണം. അതിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള രശ്മിക്കും സുഹൃത്തുക്കൾക്കും നന്ദി. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ മലയാളികൾ രശ്മിയെ തിരഞ്ഞു. പിന്നാലെ അനുഭവം പങ്കുവെച്ച് ശ്രീരശ്മി മീഡിയ വൺ മോർണിംഗ് ഷോയിലെത്തി. വിവിധ രാജ്യക്കാരായ മനുഷ്യാവകാശ പ്രവർത്തകരുമായുള്ള ബന്ധമാണ് ഗസയിലേക്ക് സഹായഹസ്തം എത്തിക്കാൻ തുണയായതെന്ന് രശ്മി പറയുന്നു. നമ്മളോട് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോൾ ഒരു കടൽ തന്നെ, ഒരു പുഴ തന്നെ നമുക്ക് അവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു, നമ്മൾ മലയാളികളെ കൊണ്ട് പൊതുവെ അതിന് സാധിക്കുമല്ലോ. അപ്പോൾ നോർത്ത് ഗസയിൽ നിന്നും വാഡി ഗസ, അതായത് സൗത്ത് ഗസയിലേക്ക് പലായനം ചെയ്ത കുടുംബങ്ങളാണ്. കുറേ ദിവസങ്ങളായിട്ട് അവിടേക്ക് പലായനം ചെയ്ത കുടുംബങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇച്ചിരി കുടിവെള്ളം എത്തിച്ചു തരാൻ കഴിയുമോ എന്നായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഏകദേശം 3000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ട്രക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചു. ഒന്നു മാത്രമാണ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാട്ടർ പ്രോജക്റ്റ് ഒരുപാട് ആളുകൾ പിന്തുണ നൽകുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പേപ്പറുകളിൽ രശ്മിയുടെ പേരെഴുതി കുഞ്ഞുങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ എന്ത് തോന്നിയെന്ന് ചോദ്യം. സമാധാനമാണ് സത്യത്തിൽ. ഒരുപാട് സന്തോഷവും തോന്നി. ഞാൻ കൂടുതലും സഹായം നൽകിയിട്ടുള്ളത് കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെയാണ്. അതായത് ഗസയിലെ കുട്ടികളെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്, സ്കിൻ ഇൻഫെക്ഷനുകൾ വരുന്നുണ്ട്, മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് വരുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളിലേക്ക് എനിക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിന് ഞാൻ കണ്ടൊരു പർപ്പസ് അതാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്തത്. ഈ പറയുന്ന പോലെ ഞാനും ഇതിനെ വലിയൊരു കാര്യമായിട്ട് തന്നെ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആത്മാഭിമാനം വളരെയധികം ഉണ്ട്. പലസ്തീൻ എത്രയും വേഗം മോചനം നേടണം, ആ കുഞ്ഞുങ്ങളെയൊക്കെ വീണ്ടും കാണണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് സന്തോഷം തോന്നി ആ കുട്ടികളെ കണ്ടപ്പോൾ. ഒറ്റയ്ക്കും കൂട്ട് എന്ന സുഹൃത്ത് കൂട്ടായ്മയായി ഒരുമിച്ചും സന്നദ്ധ സേവന രംഗത്ത് സജീവമാണ് ശ്രീരശ്മി. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സമയത്ത് മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് രശ്മിയും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ.